ഹലോ എവരി വൺ. നമ്മുടെ JEE മെയിൻ എക്സാമിങ് അടുത്ത് വന്നിരിക്കുകയാണ് അല്ലേ. നമുക്ക് എല്ലാവർക്കും അറിയാം 2024 ജനുവരി 24 മുതലാണ് നമ്മുടെ JEE മെയിൻ്റെ ഫസ്റ്റ് സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ മക്കളെല്ലാവരും അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ പ്ലാൻ LMRP ഒക്കെ നെക്സ്റ്റ് വീക്ക് തൊട്ട് ആരംഭിക്കുകയാണ്. അതേപോലെ നിങ്ങളെല്ലാവരും കാത്തിരുന്ന നമ്മുടെ മൂന്നാമത്തെ GAB എക്സാം 16-ാം തീയതിയും ഈ മാസം 16-ാം തീയതിയും അതുപോലെ 17-ാം തീയതിയുമാണ് നടക്കുന്നത്. ഇന്ന് നമ്മൾ നോക്കുന്നത് 17-ാം തീയതി നടക്കുന്ന GAB എക്സാമിൻ്റെ എക്സാം സെൻറ്റേഴ്സ് ഏതൊക്കെയാണെന്നാണ്. അപ്പോൾ നമ്മുടെ എക്സാം സെൻറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ കോഴിക്കോട് വരുന്നത് സെൻറ് ഡോസ് അസസ്മെൻറ്റ് സ്കൂളാണ് സെൻറ്ററായിട്ട് വരുന്നത്. ദെൻ മലപ്പുറത്ത് ഗ്ലോബൽ ഇൻഫോ പെരിന്തൽമണ്ണ, വയനാട്ടിലെ GTech കമ്പ്യൂട്ടർ സെൻറ്റർ കൽപ്പറ്റ, ട്രിവാൻഡ്രത്ത് മൾട്ടി ഡേറ്റ മുല്ലശ്ശേരി ടവർ, ദെൻ കോട്ടയത്ത് മംഗളം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ഏറ്റുമാനൂരാണ്, കൊല്ലത്ത് ബിഷപ്പ് ജെറോം എഞ്ചിനീയറിംഗ് കോളേജ് ജവഹർ നഗർ, കണ്ണൂര് ചിന്മയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, ദെൻ എറണാകുളത്ത് മുത്തൂറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കൊച്ചി, ആലപ്പുഴയിൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെൻറ്റ് പുന്നപ്ര, ഇടുക്കിയിൽ GTech കമ്പ്യൂട്ടർ സെൻറ്റർ കട്ടപ്പനയാണ്. അതുപോലെ എല്ലാവരും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ കോഴിക്കോട്, മലപ്പുറം, കൊല്ലം, കണ്ണൂർ എന്നീ ഡിസ്ട്രിക്റ്റുകൾ അപ്ലൈ ചെയ്തിരിക്കുന്ന കുട്ടികൾ ഒഴികെയുള്ളവർ എല്ലാവരും തന്നെ ഫസ്റ്റ് ഷിഫ്റ്റിൽ തന്നെ എക്സാമിന് എത്തേണ്ടതാണ്. അതേപോലെ പത്തനംതിട്ടയിൽ അപ്ലൈ ചെയ്തിരിക്കുന്ന കുട്ടികൾ കോട്ടയം ജില്ലയിലെ സെൻറ്ററായ മംഗളം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലായിരിക്കണം എക്സാമിന് വരേണ്ടത്. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ GBയിൽ നമുക്കറിയാം നമ്മുടെ എല്ലാ സിലബസും, അതായത് ഹോൾ ചാപ്റ്റേഴ്സാണ് എക്സാമിന് വരുന്നത് നമ്മുടെ JEE മെയിൻ്റെ അതേ പാറ്റേണിൽ തന്നെ. അപ്പം മക്കൾക്ക് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ കാണും, ഞാനിത് പഠിച്ച് തീർന്നില്ലല്ലോ, അപ്പം ഞാൻ ഈ എക്സാം എഴുതിയാൽ സ്കോർ കിട്ടുമോ എന്നുള്ള രീതിയിൽ ഡ്രോപ്പ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട, നമ്മൾ അടിപൊളിയായിട്ട് പഠിക്കുക, നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഈ എക്സാം അറ്റൻഡ് ചെയ്യണം. കാരണം ഇതൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഹോൾ ചാപ്റ്റേഴ്സ് നമ്മുടെ എക്സാമിൽ കയറി വരുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിനകത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നത്, ഓരോ ചാപ്റ്റേഴ്സിൽ നിന്നും എങ്ങനെയാണ് വെയിറ്റേജ് വരുന്നത്, ക്വസ്റ്റ്യൻസിൻ്റെ നമ്പർ എങ്ങനെയാണ്, ഇതൊക്കെ നമുക്ക് ഒന്ന് അറിയാൻ പറ്റും. അതുകൊണ്ട് എല്ലാ മക്കളും ഈ ഒരു അവസരം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. എല്ലാവരും എക്സാം മസ്റ്റായിട്ടും അറ്റൻഡ് ചെയ്യണം. അപ്പം ഓൾ ദി ബെസ്റ്റ്.